ആദ്യത്തെ 5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. James chapter 1 verses 1 to 5. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങളിലുമാണ്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് പരിശോധന സ്ഥിരത ഉളവാക്കുന്നതിനാലെ അതിശേഷം സന്തോഷമെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിരുദ്ധനെ ജ്ഞാനം പ്രഭാവത്തിലേക്ക് നശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവരായ ദൈവത്തോട് യാചിക്കാൻ. യാക്കോബിന്റെ ലേഖനം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ വളരെ ഊന്നൽ നൽകി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. പ്രാക്ടിക്കൽ എപ്പിസോഡ്. എല്ലാ ലേഖനങ്ങളും പ്രായോഗിക കാര്യങ്ങളുണ്ട്. എന്നാൽ യാക്കോബിന്റെ ലേഖനം ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക വശത്ത് വളരെ ഊന്നൽ കൊടുത്ത് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. ചുമ്മാ വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരാ, അത് കാണിക്കണമെന്ന് നേരിട്ട് ശക്തമായി പറയുന്ന ഒരു പുസ്തകമാണ് യാക്കോബ്. അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യാക്കോബ് വ്യക്തമായിട്ട് പറയാണ്, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? 17-ാം വാക്യം, വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകും, അത് വ്യർത്ഥമാണ്. അതിന്റെ താഴോട്ട് 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വ്യർത്ഥമനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? വളരെ ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള ഭാഷയിൽ യാക്കോബ് വിശ്വാസം അല്ലെങ്കിൽ ഭക്തി, അതിന്റെ ജെനുവിൻനെസ്, അത് എത്രമാത്രം സത്യമായതാണ്, എത്രമാത്രം ശരിയായതാണ് എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. അപ്പോൾ ഭക്തി ഉണ്ടെന്നോ വിശ്വാസം ഉണ്ടെന്നോ പറഞ്ഞാൽ പോരാ, അത് പ്രൊഫസ് ചെയ്താൽ പോരാ, അത് പ്രാക്ടീസ് ചെയ്യണം, അത് ജീവിതത്തിൽ കാണിക്കണമെന്ന് നിർബന്ധമായി പറയുന്ന ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് ഒരു കാര്യം പശ്ചാത്തലത്തെ കുറിച്ച് പറയട്ടെ. ചിതറിൽ പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതിയതാണ്, യഹൂദന്മാർക്ക് എഴുതിയതാണ്. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന യഹൂദന്മാരെ വളരെ പീഡയും കഷ്ടവും അനുഭവിക്കുന്നതായി തോന്നുന്നു. 2 തരത്തിലുള്ള പീഡകളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, റോമ ഗവൺമെന്റിൽ നിന്നുണ്ടായിരുന്ന പീഡ. അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഗവൺമെന്റ് അവരെ പീഡിപ്പിക്കുന്നു. യഹൂദന്മാരിൽ നിന്നുള്ള പീഡ, ഈ യഹൂദന്മാരെ ക്രിസ്തു മാർഗത്തെ പിന്തുടരുന്നു എന്നുള്ളതുകൊണ്ട് യഹൂദന്മാർക്കും വളരെ ഇഷ്ടമല്ല. അപ്പൊ ഗവൺമെന്റിനും ഇഷ്ടമല്ല, കൂട്ടുസഹോദരന്മാർക്കുമല്ല, യഹൂദന്മാരായ സ്വജാതിക്കാർക്കും ഇഷ്ടമല്ല. അങ്ങനെ 2 കൂട്ടരും കൂടെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് ബുദ്ധിമുട്ടിക്കുന്ന യഹൂദന്മാരായ വിശ്വാസികൾക്ക് യാക്കോബ് എഴുതിയ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഇവിടെ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വായിച്ച തന്നെ പരീക്ഷകളുടെ കാര്യമാണ്. അവർ ആ നിലയിലുള്ള കഷ്ടങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ ഭാഗത്ത് പരിശോധനകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ ഓർമ്മിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ നിജസ്ഥിതി, വിശ്വാസത്തിന്റെ സത്യ അവസ്ഥ, എങ്ങനെയാണ് വിശ്വാസം ശരിയായതാണ് അല്ലെങ്കിൽ ഭക്തി ശരിയായതാണ് എന്ന് തെളിയിക്കുന്നത് എന്നാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. അതിന് അനേക തെളിവുകൾ അല്ലെങ്കിൽ അനേക പരിശോധനാ രീതികൾ ഈ യാക്കോബ് ലേഖനത്തിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. ഒരു 5-8 അല്ലെങ്കിൽ 8 കാര്യങ്ങൾ വേണമെങ്കിൽ അവിടുന്ന് നമുക്ക് 1 by 1 ആയിട്ട് എടുക്കാൻ കഴിയും. പരിശോധന, വിശ്വാസത്തിന്റെ നിജസ്ഥിതി തെളിയിക്കാനുള്ള അനേക പരിശോധനകൾ. അതിൽ ഒരു ടെസ്റ്റിന്റെ കാര്യം മാത്രമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതെന്താണ് ടെസ്റ്റ്
എന്താണ് പരിശോധന? നമ്മുടെ വിശ്വാസം ശരിയായതാണോ എന്ന് അറിയാനുള്ള ഒരു മാർഗം ഇവിടെ യാക്കോബ് പറയുക. അതെന്താണ്? പരിശോധനകൾ വരുമ്പോൾ സന്തോഷത്തോടുകൂടെ അതിനെ നേരിടുക എന്നുള്ളത് നിന്റെ വിശ്വാസം ശരിയാണോ എന്നതിന്റെ ഒരു തെളിവാണ്. നീ പിടിച്ചിരിക്കുന്ന ദൈവഭക്തി, നീ പറയുന്ന വിശ്വാസം അത് ശരിയായിട്ടുള്ളതാണ്, കളിപ്പിയതല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ്, അനേക തെളിവുകൾ ഈ പുസ്തകത്തിലുണ്ട്. അതിൽ ഒരു തെളിവ്, കഷ്ടതകൾ പരിശോധനകൾ വരുമ്പോൾ ശരിയായ നിലയിൽ അത് എടുക്കാൻ സാധിക്കുന്നു. അതാണ് ഒരു തെളിവ്. ഇന്ന് ആ ഒരു തെളിവ് മാത്രമാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, ഇംഗ്ലീഷിൽ when not if, അകപ്പെട്ടാൽ എന്നല്ല, അകപ്പെടുമ്പോൾ. ഒന്നാമതായിട്ട് ഈ ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് the reality of our Christ, നമ്മുടെ വിശ്വാസ പരിശോധനകളുടെ യാഥാർത്ഥ്യം. പരീക്ഷകൾ ഉണ്ട്. ഇവിടെ ഈ പരീക്ഷ എന്നുള്ള വാക്ക് രണ്ട് അർത്ഥത്തിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരർത്ഥം പാപം ചെയ്യാനുള്ള പ്രേരണ എന്നുള്ളതാണ്, മറ്റൊരർത്ഥം നമ്മുടെ വിശ്വാസം ശോധന ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടിനും ഓരോ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സന്ദർഭം അനുസരിച്ചാണ് അർത്ഥം തീരുമാനിക്കുന്നത്. ചിലർക്ക് നാം പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ചിലർക്ക് പരീക്ഷ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നാം പറഞ്ഞു വരുന്നത് വിശ്വാസത്തിന്റെ പരിശോധനയുടെ കാര്യമാണ്, പാപം ചെയ്യാനുള്ള പ്രേരണയുടെ കാര്യമല്ല. ട്രയൽ ഓഫ് ഫെയ്ത്ത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാം വാക്യത്തിൽ, വിശ്വാസത്തിന്റെ പരിശോധന. അപ്പോൾ ഒന്നാമതായിട്ട് the reality of Christ, പരിശോധനകൾ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ യാക്കോബ് പറയാണ്, പരീക്ഷിക്കപ്പെടുമ്പോൾ, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, പരീക്ഷയിൽ അകപ്പെട്ടാലെന്നല്ല. അകപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അകപ്പെടുകയോ അകപ്പെടാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ അകപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അകപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അടുത്ത ആഴ്ച യോഗത്തിന് വരികയാണെങ്കിൽ ആ പുസ്തകങ്ങൾ കൊണ്ടുവന്നേക്കണം എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാൽ അയാൾ വരുമോ എന്ന് ഉറപ്പില്ല. വരികയാണെങ്കിൽ ആ പുസ്തകം കൊണ്ടുവരണം. എന്നാൽ ഞാൻ പറയുകയാണ്, അടുത്ത ആഴ്ച യോഗത്തിന് വരുമ്പോൾ അത് കൊണ്ടുവന്നേക്കണേ. എന്താ ഇതിന്റെ വ്യത്യാസം? അടുത്ത ആഴ്ച വരുമെന്നത് ഉറപ്പാണ്. വരുമ്പോ ആ പുസ്തകം കൊണ്ടുവരണം. വന്നാൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വന്നെന്ന് വരാം, ചിലപ്പോൾ വന്നില്ലെന്ന് വരാം. ഇവിടെ പരീക്ഷകളിൽ അകപ്പെട്ടാൽ എന്നാണ് പറയുന്നത്, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അതാണ് റിയാലിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. പരിശോധനകളുടെ യാഥാർത്ഥ്യം. പരിശോധനകൾ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. എല്ലാ കാലത്തും ദൈവമക്കൾക്ക് പരിശോധന ഉണ്ടായിട്ടുണ്ട്. പല തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അത് യാക്കോബ് പറയുന്നുണ്ട്, വിവിധ പരീക്ഷകളിൽ, പല തരത്തിലുള്ള പരീക്ഷകൾ. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. ഇത് കേട്ടൊന്നുമല്ല, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. യാക്കോബ് പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 1-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ, manifold trials. അപ്പൊ പരീക്ഷ എന്ന് പറയുന്നത് ഒരു പരീക്ഷയല്ല, കുറച്ചു പരീക്ഷയല്ല. ദൈവമക്കൾക്ക് യഥാർത്ഥ ഭക്തിയും വിശ്വാസവും പിടിച്ചിരിക്കുന്നവർക്ക് നാനാതരത്തിലുള്ള പരീക്ഷകൾ, manifold trials അവർക്കുണ്ട്. സങ്കീർത്തനത്തിൽ ദാവീദ് അനേക പരിശോധനകളെ കുറിച്ച്, താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങള്, സങ്കടം, കണ്ണുനീര്, ഇന്ന് രാവിലെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ താൻ എത്രയോ വിഷമത്തിലായിരുന്നു. കൊഴുന്ന ചേറ്റില്, കുഴിയില്, ആഴമുള്ള ചേറ്റില്, അങ്ങനെ പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ ഏത് കാലത്തും ദൈവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം നാം അംഗീകരിക്കണം. ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അയ്യോ, എനിക്കെന്താ ഇതിന് പരിശോധന വന്നത് എന്ന് ആരും അതിശയിക്കേണ്ട കാര്യമില്ല. വിശ്വാസിയാണെങ്കിൽ പരിശോധന വരും. അതുകൊണ്ട് പരിശോധന വന്നു പോയതുകൊണ്ട് വിചിത്രമായ ഏതൊരു കാര്യം എനിക്ക് സംഭവിച്ചു പോയി എന്ന്
ആരും വിചാരിക്കേണ്ട. നാനാവിധത്തിലുള്ള പല തരത്തിലുള്ള പരീക്ഷകൾ ഏത് കാലത്തും ദൈവത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ യാക്കോബ് പറയാണ്, പരീക്ഷിക്കപ്പെടുമ്പോ the reality of our faith. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുണ്ട്. ദൈവമക്കളാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല, ദൈവമക്കൾക്ക് രോഗം വരാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ എന്തോ ഒരു ദോഷത്തരമാണ്. ദൈവമക്കൾക്ക് രോഗം വരാൻ പാടില്ല. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് രോഗം വരികയില്ല. ഇതിനേക്കാൾ ഫൂളിഷായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വേറെയില്ല. ഇതിനേക്കാൾ മണ്ഡലമായിട്ട് പറയാവുന്ന ഒരു പ്രസ്താവന വേറെയില്ല. ഞാൻ വിശ്വാസിയായതുകൊണ്ട് എനിക്ക് ഇന്ന് രോഗം വരികയില്ല, നാം ദൈവവഴിയിൽ നടക്കുന്നവരായതുകൊണ്ട് ഇന്നിന് ബുദ്ധിമുട്ടുകൾ വരികയില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല. നമുക്കറിയാവുന്ന ഏറ്റവും ദൈവവഴി നടന്ന ആളെ പൗലോസ് അല്ലേ? ഏറ്റവും വലിയ ക്രിസ്ത്യാനിയാണ്. പൗലോസിന്റെ ജീവിതം നോക്കിയേ, കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. ജഡത്തിൽ ശൂലം, കർത്താവിന് വേണ്ടി അനുഭവിച്ച കഷ്ടനെ മാത്രമല്ല, തന്റെ ജഡത്തിൽ ഒരു ശൂലം, തന്നെ കുത്തുവാൻ സാധാരണ ദൂരം, അതിനെ തെളിയിക്കുന്ന എന്താ? എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. ഈ ലോകത്തിൽ ദൈവത്തിന് ഏറ്റവും പ്രസാദമായി ജീവിച്ചയാൾ കർത്താവാണ്. കർത്താവിന്റെ ജീവിതം തന്നെ സുഖകരമായ ജീവിതമായിരുന്നു. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം തെറ്റിദ്ധാരണ, എന്തെല്ലാം പീഡ, എന്തെല്ലാം ചീത്ത പറിച്ച്, എന്തെല്ലാം പേരുമാർ തന്നെ വിളിച്ചു. സ്വന്തം വീട്ടുകാർ തന്നെ തനിക്ക് പ്രശ്നം ഏൽപ്പിച്ചു, ഭ്രാന്താന്ന് പറഞ്ഞു. ദൈവത്തെ പ്രസാദിപ്പിക്കാവുന്നതാണ്. അപ്പൊ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ദൈവമക്കളായതുകൊണ്ട് രോഗം വരികയില്ല, ദൈവമക്കളായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, വിശ്വാസത്തിൽ ഭക്തന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുകയില്ല എന്നാരും വിചാരിക്കരുത്. അപ്പൊ നാം ഒന്നാമതാണ് അംഗീകരിക്കുന്നത്, വിശ്വാസ ജീവിതത്തിൽ പരിശോധനകളുണ്ട്. എത്ര ഭക്തിയായി ജീവിച്ചാലും പലതരത്തിലുള്ള പരിശോധനകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം. വിശ്വാസത്തിന്റെ പരിശോധനയുടെ യാഥാർത്ഥ്യം. രണ്ടാമത് നമ്മള് ആ ഭാഗത്ത് നോക്കുമ്പോൾ the reason for our suffering, the reason for trials. പരിശോധനകൾ വരാനുള്ള കാരണം എന്താ? പരിശോധന വരുന്നത് അവിടെ മൂന്നാം ഭാഗത്ത് പറയുകയാണ്, വിശ്വാസത്തിന്റെ പരിശോധനയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം ജനുവിനാണോ അല്ലയോ, വിശ്വാസം ശരിയാണോ അല്ലയോ എന്ന് തെളിയിക്കാനായിട്ടാണ് ഈ പരിശോധനകൾ പലപ്പോഴും ദൈവം അനുവദിക്കുന്നത്. നമ്മുടെ ഭക്തി ശരിയായ ഭക്തിയാണോ? നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസം ശരിയായതാണോ? അതാണ് വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുന്നത്. പരിശോധന എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ലോകങ്ങൾ ശരിയായ ലോകങ്ങളാണോ എന്ന് പരിശോധിക്കാനായി ഉപയോഗിക്കുന്ന വാക്കാണ്. നമുക്കറിയാം, സ്വർണം മുതലായ ലോകങ്ങൾ അത് ജനുവിനാണോ, ശരിക്കുള്ളതാണോ, കളിപ്പിയാണോ എന്ന് പരിശോധനകളിൽ കൂടെയാണ് അത് തെളിയുന്നത്. ഉരച്ചാണ് പലതിന്റെയും മാറ്റ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഉരകളിൽ ഉരച്ചില്ലെങ്കിൽ അതിന്റെ മാറ്റ് അറിയാനായിട്ട് സാധിക്കില്ല. കഴിവുണ്ടോ, പ്രാപ്തി ഉണ്ടോ എന്ന് അറിയുന്നത് ടെസ്റ്റ് ചെയ്തിട്ടാണ്. ഒരിക്കലാണ് പറഞ്ഞു, ഞാൻ ഇതുവരെ കുതിരപ്പുറത്തൊന്നും വീണിട്ടില്ല. കുതിരപ്പുറത്ത് കണ്ട് എല്ലാവരും വീഴും. ഞാനും ഒരിക്കലും കുതിരപ്പുറത്ത്, വലിയൊരു കുതിരയുടെ പുറത്ത് വിദേശത്തായിരുന്നു കയറി, വീണൊന്നുമില്ല. അന്ന് തീരുമാനിച്ചു മേലെ കുതിരയുടെ പുറത്ത് കയറുക. കുതിര നടന്നവരോട് ഓടിപ്പോലുമില്ല. വലിയ അസാധാരണ വലിപ്പമുള്ള ഒരു കുതിരയായിരുന്നു. അതിന്റെ മോളിൽ ഇരുന്നിട്ട് പേടിച്ചു പോയി. ഞാൻ തീരുമാനിച്ചു മേലെ കുതിരപ്പുറത്ത് കയറുകയാണ്. അപ്പോ കുതിരപ്പുറത്ത് കയറിയാൽ വീഴും. പഠിക്കുമ്പോ സൈക്കിളിലോട്ട് വരിക, വീഴാതെ സൈക്കിള് പഠിച്ച ആരെങ്കിലോട്ട് വരിക. സൈക്കിളിലോട്ട് പഠിച്ച വീടാണ് പഠിക്കുന്നത്. അപ്പൊ ഒരിക്കലും പറഞ്ഞു, ഞാൻ ഇതുവരെ കുതിരപ്പുറത്ത് കയറിയിട്ടില്ല. ഇതുവരെ വീഴാതെ പറഞ്ഞു, ഞാൻ ഇതുവരെ ആദ്യം പറഞ്ഞു, ഞാൻ ഇതുവരെ കുതിരപ്പുറത്തൊന്നും വീണിട്ടില്ല. ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് കുതിരപ്പുറത്ത് കയറിയിട്ടില്ല, ആ വീടാണ്. കുതിരപ്പുറത്ത് കയറാതെ ആൾ വീണിട്ടില്ലെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കേറിയിട്ട് വീണിട്ടില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പോ വിശ്വാസ ജീവിതത്തിൽ പരിശോധന ഇല്ലാതെ എന്റെ വിശ്വാസം ശരിയായതാണ്, ഞാൻ വിശ്വാസം മുഴുവൻ പിടിച്ചുകൊണ്ടായിരിക്കുന്നത്, ഭക്തിയുടെ വഴിയിലാണ് ഞാൻ നടക്കുന്നത് പറയുന്നതിന് വിലയില്ല. ആ ഭക്തി ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോ
വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോഴാണ് അതിൽ നീ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ, നിന്റെ വിശ്വാസം ശരിയായതാണോ, നിന്റെ വിശ്വാസം ഉറപ്പുള്ളതാണോ, ശരിയായിട്ടാണോ നീ കർത്താവിൽ ആശ്രയിക്കുന്നതെന്ന് തെളിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവം അനുഭവിക്കുന്നതിന്റെ ഒരു റീസൺ, ഒരു കാരണം ശോധന ചെയ്യാൻ വേണ്ടിയാ, തെളിയിക്കാൻ വേണ്ടിയാ, പ്രൂവ് ചെയ്യാൻ വേണ്ടിയാ. അതുകൊണ്ട് നാം നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. പരിശോധനകൾ നമ്മെ നശിപ്പിക്കാനല്ല, പരിശോധനകൾ നമ്മളെ മാറ്റി വർദ്ധിപ്പിക്കാനാണ്, നമ്മുടെ ജെനുവിനെസ് തെളിയിക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ് പരിശോധനകൾക്കുള്ള കാരണമെന്ന് നമുക്ക് പൊതുവെ പറയാം. മൂന്നാമത്, ഈ ഭാഗത്ത് നാം കാണുന്ന ഒരു കാര്യം, the response to trials. പരിശോധനകളോട് നമുക്കുണ്ടായിരിക്കുന്ന പ്രതികരണം, എങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നത്? നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ അവിടെ പറയാണ്, അത് അശേഷം സന്തോഷമെന്ന എണ്ണം. പരിശോധനകളിൽ അകപ്പെടുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? What should be our response to trials? വിശ്വാസികൾ, അതായത് ശരിയായ ഭക്തി പിടിച്ചിരിക്കുന്ന ആളുകൾ, ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ പരീക്ഷകളോട്, പരിശോധനകളോട് എങ്ങനെ പ്രതികരിക്കണം? അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ പ്രതികരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കണമെന്നാണ്? അശേഷം സന്തോഷമെന്ന് എണ്ണണം. പരിശോധനകൾ വരുമ്പോൾ വിശ്വാസികൾ അതിനോട് പ്രതികരിക്കുന്നത് സന്തോഷത്തോടുകൂടി ആയിരിക്കണം. അത് അശേഷം സന്തോഷമെന്ന് എണ്ണി വേണം പ്രതികരിക്കാൻ. അവിടെ കൽപ്പനാ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നാം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സന്തോഷം എന്ന് എണ്ണണം എന്ന് പറഞ്ഞാൽ എന്താ? പരിശോധനയുടെ വിഷമങ്ങളെല്ലാം വരുമ്പോ സന്തോഷം എന്ന് എണ്ണണമെന്ന് പറഞ്ഞാൽ കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ചിരിച്ചോണ്ടിരിക്കണമെന്നല്ല. അതൊക്കെ നമുക്കറിയാം. പരിശോധനയോട് മനുഷ്യൻ പ്രതികരിക്കുന്ന മൂന്നാല് വിധങ്ങളുണ്ട്. മനുഷ്യർ പരിശോധനകൾ, കഷ്ടങ്ങളോട് പ്രതികരിക്കുന്ന വിധങ്ങൾ. ഒന്ന്, കംപ്ലൈന്റ്, പരാതി. എനിക്കെതിരായിരിക്കണമെന്ന് വിശ്വാസികൾ, നമുക്കും ഇത് സംഭവിക്കാം. എനിക്കെതിരാ ദൈവം എങ്ങനെയാണ് വെച്ചത്, എന്തിനാണ് ദൈവം കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അത് കംപ്ലൈന്റ്, പരാതിയാണ്. ചിലർക്ക് സെൽഫ് പിറ്റിയാണ്, സ്വയാനുകമ്പം. എനിക്ക് മാത്രം ഇത് വന്നിട്ടുള്ളൂ, ഞങ്ങളുടെ സമയത്ത് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ല, എന്റെ വീട്ടുകാർക്കോ എന്റെ പരിചയത്തിലുള്ള ആരും കടന്നു പോകുന്നില്ല, എനിക്ക് മാത്രമേ ഇതുള്ളൂ, പാവം ഞാൻ. അതാണ് സെൽഫ് പിറ്റി എന്ന് പറയുന്നത്. അതാണ് മനുഷ്യന്റെ പരിശോധനയോടുള്ള വേറൊരു പ്രതികരണം. മൂന്നാമത്തെ പ്രതികരണം ഡിസ്കറേജ്മെന്റ് ആണ്. അതായത് നിരാശ. എല്ലാം തീർന്നു, വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാർത്ഥിക്കുകയും പാടുകയും ഓർത്തിരിപ്പൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഈ കഷ്ടമെല്ലാവരും എനിക്ക് വന്നിരിക്കുക, അതേ പെട്ടുപോകും. നാലാമത്തെ പ്രതികരണമാണ് ഇവിടെ പറയുന്നത് റിജോയ്സ്. അപ്പോ കംപ്ലൈന്റ് ഒരു പ്രതികരണം, മനുഷ്യന്റെ പ്രതികരണമാണ് പരാതി. രണ്ട്, സെൽഫ് പിറ്റി, സ്വയാനുകമ്പ. മൂന്ന്, ഡിസ്കറേജ്മെന്റ്, അധൈര്യം. നാല്, റിജോയ്സ്. ഈ ലിസ്റ്റിനോട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. പല നിലകളിൽ ആളുകൾ പ്രതികരിക്കും. എന്നാൽ ദൈവമക്കളുടെ പ്രതികരണം ഇതിൽ നാലാമതാണ്. അത് കൽപ്പനാരൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അശേഷം സന്തോഷമെന്ന് എണ്ണണം. അപ്പോൾ ഇവിടെ സന്തോഷം എന്ന് പറയുന്നത് ചിരിയാണ്. കഷ്ടം വരുമ്പോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചോ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കണം എന്നാലും പറയുന്നത് അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എന്താണ് ഇവിടെ ജോയ് എന്ന് പറയുന്നത്, ഇവിടെ സന്തോഷം എന്ന് പറയുന്നത്? അതിന് നല്ലൊരു നിർവചനം ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, a deep-seated confidence that God knows what He is doing and that it will work out for His glory and my good. A deep-seated confidence. എന്റെ ഹൃദയത്തിലുള്ള അതാണ് സന്തോഷം. എന്തുറപ്പാ? ദൈവം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ദൈവം എന്താണ് അനുവദിക്കുന്നത് എന്നുള്ള ഉറപ്പായ ബോധ്യവും അത്
അത് ദൈവമഹത്വത്തിനും എന്റെ നന്മയ്ക്കുമായി തീരുമെന്നുള്ള എന്റെ മനസ്സിലെ കോൺഫിഡൻസ്, അതാണ് സന്തോഷം. എന്റെ ഉള്ളിൽ എനിക്ക് സംഭവിക്കുന്ന കാര്യം, എനിക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യം ദൈവം അനുവദിച്ചതാണ്. അത് അവന്റെ മഹത്വത്തിനും എന്റെ ആത്മീയ നന്മയ്ക്കും ഉപകരിക്കും എന്നുള്ള ആഴമേറിയ ബോധ്യം, അതാണ് സന്തോഷം. അത് നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. കഷ്ടപ്പെടുമ്പോൾ കരയണമെന്നല്ല പറയുന്നത്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. ദുഃഖിക്കരുത് പറഞ്ഞില്ല, മരിക്കുമ്പോ അത് ദുഃഖിക്കരുത്, അങ്ങനെയല്ല. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖം എന്താ? നമ്മൾ മുമ്പേ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ടതാ. കംപ്ലൈന്റ്, ഡിസ്കറേജ്മെന്റ്, സെൽഫ് പിറ്റി, അതാണ് പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖം. പ്രത്യാശ ഉള്ളവർക്ക് ദുഃഖമുണ്ട്. എന്നാൽ ആ ദുഃഖം എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടിയുള്ള ദുഃഖമാണ്. എന്താ സന്തോഷം? ചിരിച്ചുകൊണ്ടിരിക്കുക, തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ആ സന്തോഷം എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ കാര്യം എന്റെ നന്മയ്ക്കും അവന്റെ മഹത്വത്തിനും വേണ്ടിയാണ് എന്ന് ഹൃദയത്തിലുള്ള ഉറപ്പ്. ആ ഉറപ്പോടുകൂടി വേണം ജീവിതത്തിലെ കഷ്ടങ്ങളെ കാണുക. Knowledge that all is well between me and God. ഞാനും ദൈവവുമായിട്ടുള്ള ഇടപാട് എല്ലാം ശരിയാണ്. ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഈ സാഹചര്യം നല്ലതാണ്, അത് ശരിയാണ് എന്നുള്ള ഉറപ്പാണ് സന്തോഷം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു പ്രയോഗം ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന പല വാക്കുകളും ഓരോ വാക്കും വിശദീകരിക്കേണ്ടതാണ്. ഞാൻ ചില വാക്കുകളൊന്നും വിശദീകരിക്കട്ടെ. ഇവിടെ അപ്പൊ സന്തോഷം എന്താണ്? ശരിയല്ല, ഹൃദയത്തിലുള്ള ഉറപ്പാണ്. അശേഷം സന്തോഷം, അങ്ങനെ അവിടെ തന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ all joy എന്ന അവിടെ ആ അശേഷം എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഒരു പ്രത്യേക അർത്ഥമാണ്. അശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് കലർപ്പില്ലാത്തത്, പൂർണ്ണതയുള്ളത്, പ്യൂർ ജോയ് എന്നതിന്റെ അർത്ഥം. കലർപ്പില്ലാത്ത സന്തോഷം, ഹയസ്റ്റ് ജോയ്. അല്പ സന്തോഷമല്ല, നോട്ട് സം ജോയ് ബട്ട് all joy എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം all unmixed pure joy. അതാണ് അശേഷം എന്നുള്ള വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അശേഷം സന്തോഷം എന്ന് പറഞ്ഞാൽ ദുഃഖം കലരാത്ത, കലർപ്പില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാത്ത ഏറ്റവും ഉന്നതമായ ശുദ്ധമായ സന്തോഷം, പ്യുവർ ജോയ്. അതാണ് കഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ സന്തോഷം എന്താണെന്ന് പറഞ്ഞു. പിന്നെ ആ സന്തോഷത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞത് ചുമ്മാ സന്തോഷമല്ല, കുറച്ച് സന്തോഷമല്ല, പ്യുവർ ജോയ്, ശുദ്ധമായ സന്തോഷം, പൂർണ്ണതയുള്ള സന്തോഷം. അതാണ് ഈ അതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. കഷ്ടതകളോടുള്ള, പരിശോധനകളോടുള്ള പ്രതികരണം, സന്തോഷിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് സന്തോഷിക്കും. ചുമ്മാ സന്തോഷിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അറിഞ്ഞാലേ സന്തോഷിക്കാൻ പറ്റും. ആ അറിവ് ആത്മീക സത്യങ്ങളെ കുറിച്ചുള്ള അറിവാണ്, ആത്മീക യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള അറിവാണ്. സ്പിരിച്വൽ ട്രൂത്ത്സ് ഓർ സ്പിരിച്വൽ റിയാലിറ്റീസ്. അത് നാം അറിഞ്ഞാലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഇതേ കാര്യം പറയുന്ന വേറൊരു വാക്കുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വന്നു കയറുന്ന ആ വാക്യം റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇതേ പ്രയോഗം തന്നെ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അവിടെ ഈ കഷ്ടതയുടെ കാര്യം പറയുമ്പോൾ ഇതുപോലെ പ്രയോഗമുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. അവിടെ പ്രശംസിക്കാന്നുള്ള വാക്ക് റിജോയ്സ് എന്നുള്ള വാക്കാണ്. അല്ലെ, അവിടുത്തെ പ്രശംസിക്കുന്നതുമായിരിക്കുന്നത്, എന്നാൽ അത് സന്തോഷിക്കുന്നു എന്നുള്ള വാക്കാണ്. നാം കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് അറിഞ്ഞ്. ഇത് അറിയാവില്ലേ സന്തോഷിക്കാൻ പറ്റുമോ? ഇത് അറിയാൻ പാടില്ലെങ്കിലോ? അറിയാൻ പാടില്ലേ സന്തോഷിക്കാൻ പറ്റിയത്? അതുകൊണ്ടാണ് ആത്മീയ യാഥാർത്ഥ്യങ്ങൾ
സ്പിരിച്വൽ ട്രൂത്ത്, സ്പിരിച്വൽ റിയാലിറ്റീസ് നാം അറിയേണ്ടത്. അറിയണമെങ്കിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ദൈവവചനം കേൾക്കണം, ദൈവവചനം കൈക്കൊള്ളണം. എല്ലാ ദിവസവും 117 സങ്കീർത്തനവും 21 സങ്കീർത്തനവും മാത്രം വായിച്ച് തൃപ്തിപ്പെട്ടാൽ ഇത് അറിയാൻ പറ്റില്ല. ഇത് അറിഞ്ഞില്ലെങ്കിൽ എന്താ പറയുമ്പോ കഷ്ടത വരുമ്പോ സന്തോഷിക്കാൻ പറ്റുകയില്ല. എന്തറിഞ്ഞില്ലെങ്കിൽ ആത്മീയ സത്യങ്ങൾ. എന്താ ആത്മീയ സത്യം എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്, എന്നെ ക്രിസ്തുവിനോടുള്ള അനുകൂലമാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. അതിനായിട്ട് സകലവും നന്മയ്ക്കായിട്ട് ദൈവം ഭൂമി വ്യാപിപ്പിക്കുകയാണ്. ഈ കഷ്ടങ്ങളിൽ ദോഷത്തിനായിട്ടല്ല, കഷ്ടങ്ങളിൽ ദൈവം കൈവിടുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കഷ്ടങ്ങൾ ദൈവം മഹത്വത്തിനായി തീരും. ഇതെല്ലാം ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ്. സ്പിരിച്വൽ റിയാലിറ്റി, സ്പിരിച്വൽ ട്രൂത്ത്സ്. ഇത് അറിഞ്ഞാലേ സന്തോഷിക്കാൻ പറ്റൂ. ഇത് എങ്ങനെയാണ് സ്വപ്നത്തിൽ കിട്ടുന്നത്? ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അറിയുന്നതല്ല. ദൈവവചനം വായിക്കണം, ദൈവവചന പ്രസംഗം കേൾക്കണം, ദൈവവചനം ധ്യാനിക്കണം. അതറിയാവുന്ന അവസ്ഥയിലാണ്, ഈ അറിവിൽ നിന്നാണ് സന്തോഷം ഉണ്ടാകുന്നത്. ഈ അറിവില്ലെങ്കിലോ ഈ യാഥാർത്ഥ്യം ഒന്നും അറിയാതെ വേദപുസ്തകം ശരിക്കും വായിക്കുകയില്ല, ദൈവസന്നിധിയിൽ ഇരിക്കുകയില്ല, യോഗത്തിനും വരികയില്ല. കഷ്ടം വരുമ്പോ ആഗ്രഹ പ്രയാസം. ഇതെല്ലാം പ്രയാസപ്പെടുന്നത് എന്റെ കാണുന്നതിലൂടെ സത്യങ്ങൾ. എന്തുകൊണ്ടാണെന്നുകൂടെ അറിയാൻ കണ്ടിട്ടില്ല. ഒരാള് സ്കൂളിൽ പോകാതെ ഇംഗ്ലീഷ് പഠിക്കാതെ തോന്നിയതുപോലെ കറങ്ങി അടിച്ചിട്ടാണോ ഇപ്പൊ വിദേശത്ത് പോകാൻ ചാൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഇംഗ്ലീഷിലാണ്. എന്തോ ചെയ്യും? ഒന്നും ചെയ്യാതെ വിദേശത്ത് പോകുകയൊന്നും ചെയ്യാതെ നാളെ ഇന്റർവ്യൂ. ഇന്ന് പോയി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? സ്കൂളില് ഇംഗ്ലീഷ് പഠിക്കാൻ അവസരം കിട്ടിയ സമയത്ത് ഇംഗ്ലീഷ് പണ്ഡിതനായില്ലെങ്കിൽ ആവശ്യത്തിന് ഇംഗ്ലീഷ് പഠിക്കണമായിരുന്നു. അത് പഠിച്ചില്ല. അപ്പൊ പിന്നെ ഇന്റർവ്യൂ പോകാൻ പറ്റില്ല. അവിടെ ആത്മീയ ജീവിതത്തിൽ ചെയ്യാം. പഠിക്കാൻ അവസരം കിട്ടുമ്പോ, സത്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടുമ്പോ, വചനം കേൾക്കാൻ അവസരം കിട്ടുമ്പോ, ബൈബിൾ ക്ലാസ് കേൾക്കാൻ അവസരം കിട്ടുമ്പോ അത് കേൾക്കണം. എന്തിനാ കേൾക്കുന്നത്? പണ്ഡിതനാകാനല്ല കേൾക്കുന്നത്. കേൾക്കുന്നത് എന്റെ തന്നെ പ്രയോജനത്തില്ല. ഇപ്പൊ ഞാനൊരു സാധാരണ വിശ്വാസിയാ. ഇപ്പൊ പുരോഗതിയിലേക്ക് പഠിച്ചിരിക്കുമ്പോ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ സന്തോഷമായിട്ട് പോകുന്നതാണ്. ഞാൻ ആരും പറയില്ല പഠിച്ചില്ലെങ്കിൽ നല്ല കുഴപ്പമുണ്ട്. അത് പഠിക്കുമ്പോഴാണ് അതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സത്യങ്ങൾ അറിഞ്ഞാലുള്ള ഗുണം കഷ്ടങ്ങൾ വരുമ്പോ ഈ സത്യങ്ങളെല്ലാം മനസ്സിൽ വളർത്തി ഇന്നതിനാണ് കഷ്ടം, ദൈവത്തിന്റെ കഷ്ടങ്ങളിൽ കാര്യപരിപാടി ഇന്നതാണ്, അത് മനസ്സിലാക്കി സന്തോഷിക്കാനായിട്ട് സാധിക്കും. അപ്പോ എന്നറിഞ്ഞ് സന്തോഷിക്കും. സന്തോഷത്തിന് അറിവ് ഹേതുവാണ്, മൂല കാരണമാണ്. ഇനി അവിടെ തന്നിരിക്കുന്ന വേറൊരു വാക്ക്, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്. എന്താ അറിയുന്നത്? വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കും. സ്ഥിരത എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അബൈഡ് അണ്ടർ, അതാണ് ആ വാക്കിന്റെ അർത്ഥം. കീഴെ വസിക്കുക. വലിയ ഭാരം എടുത്ത് തലയിൽ വെച്ചാലും അല്ലെങ്കിൽ മുതലിൽ വെച്ചാലും അതിന്റെ കീഴെ കുനിഞ്ഞു പോകാതെ ആ ഭാരം വഹിച്ചുകൊണ്ട് നിൽക്കാൻ അവിടെ കഴിയും. അതാണ് സ്ഥിരത. വളരെ ബലവാനായിട്ടുള്ള ശക്തനായിട്ടുള്ള ആള് വലിയൊരു ഭാരം അയാളെ മുതിരിൽ കെട്ടി വെച്ചാലും അയാള് ശക്തമായിട്ട് നിൽക്കും. നമ്മുടെ മുതിൽ വെച്ചാൽ നമ്മുടെ മുതി പൊടിഞ്ഞു, നമ്മള് കുനിഞ്ഞു പോകും. എന്നാൽ ശക്തനായ ആളുടെ തോളിൽ ആ ഭാരം വെച്ചാൽ he can remain under the burden. അതാണ് വാക്കിന്റെ അർത്ഥം. He can remain under that burden. He can endure that burden. ആ ഭാരം സഹിക്കാനായിട്ട് നമുക്ക് കഴിയും. എന്തുകൊണ്ട്? എനിക്ക് ശക്തിയുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പേഷ്യൻസ് എന്ന് തന്ത്രം എഴുതിയിട്ടുണ്ട്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷക്കുന്ന ക്ഷമയെന്നാണ്. റോമാലേഖനം ജാഗ്രതയായിട്ട് നമ്മൾ വായിച്ച വാക്ക് സഹിഷ്ണുത എന്നാണ്. പിന്നെ ഇംഗ്ലീഷിൽ എൻഡ്യൂറൻസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. റിമൈനിങ് അണ്ടർ എന്ന് പറയാം. ഇതെല്ലാം ഒരേ കാര്യമാണ്. അതിന്റെ എല്ലാ ആശയം എന്താണ്? വഹിച്ചുകൊണ്ട് നിൽക്കാനുള്ള കഴിവ്, കീഴെ നിലത്തോടെ നിൽക്കാൻ, തകർന്നു പോകാതെ, നടു ഒഴിഞ്ഞു പോകാതെ നിൽക്കാനുള്ള കഴിവ്. അതിനെ വിളിച്ചിരിക്കുന്ന വേറൊരു പേര് സ്പിരിച്വൽ ടഫ്നെസ് ആണ്. ടഫ് ആണെന്ന് പറഞ്ഞാൽ കട്ടിയാണ് അല്ലെ? ഭയങ്കര ടഫാണ്, ഭയങ്കര കട്ടിയാണ്. സ്പിരിച്വൽ ടഫ്നെസ്സിനാണ്
പേഷ്യൻസ് എന്ന് പറയുന്നത്, എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്, സ്പിരിച്വൽ സ്ട്രെങ്ത്, ആത്മീക ശക്തി, ആത്മീയമായ ടഫ്നെസ്, സഹിച്ചു നിൽക്കാനുള്ള കഴിവ്. എത്ര വലിയ ഭാരം ഉള്ളിൽ വന്നാലും അത് സഹിച്ചു നിൽക്കാനുള്ള കഴിവ്. അപ്പോൾ ഈ കഷ്ടതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസത്തിന്റെ പരിശോധന കൊണ്ട് സ്ഥിരതയാണ്, അതായത് ടഫ്നെസ് ആണ്. നമുക്കറിയാം, എക്സസൈസ് കൊണ്ട് ആളുകൾ ഭാരം ചുമക്കുന്നു, ഓടുന്നു, വലിയ ഭാരം എടുത്ത് പൊക്കുന്നു. അതുകൊണ്ട് ഉണ്ടാകുന്ന ഫലം എന്താ? അവന് ആള് ടഫായി, അവൻ ബലവാനായി തീരും. വിശ്വാസത്തിന്റെ പരിശോധന കൊണ്ട് നമ്മെ തളർത്തി കളയുക, നമ്മുടെ നടു ഒടിക്കുക, മുതുകൊടിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? ബാല്യത്തിൽ തന്നെ മുഖം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. ദൈവം നമ്മുടെ ചുമലിൽ മുഖം വെക്കുന്നത് നമ്മുടെ ചുമൽ ഒടിക്കാനാണ്. വിശാലം നമ്മുടെ തോളിൽ വെക്കുന്ന മുഖം നമ്മുടെ മുഖം ഒടിക്കാനാണ്. കർത്താവ് നമ്മുടെ തോളിൽ വെക്കുന്ന ചുമട് മുഖം എന്ന് പറയുന്നത് ഒടിക്കാനല്ല, നമ്മെ ശക്തിപ്പെടുത്താനാണ്. അതുകൊണ്ട് ബാല്യത്തിൽ തന്നെ മുഖം ചുമക്കുന്നത് നല്ലതാണ്. എല്ലാവരും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ഇതെന്നെ ശക്തിപ്പെടുത്താനാണ്. This trial is to make me stronger. ദൈവത്തോട് എന്നെ അടുപ്പിക്കാനാണ്. ഞാൻ ഈ ആഴ്ച തൃശ്ശൂരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരു ദിവസം അവിടെ രഘുവത്ത് ഓർഫനേജിലെ മമ്മിയെ കാണാം. അതായത് എല്ലാവർക്കും അറിയാവും. പ്രിയപ്പെട്ട മാതാവിനെ അമ്മയെ കാണാൻ പോയി. 90 വയസ്സായി. അടുത്തത് 90 വയസ്സായി. 70 വർഷം മുമ്പ് ഇന്ത്യ വന്നതാണ്. വിവാഹം കഴിക്കാതെ അവിടെ അനേകം കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി കല്യാണം കഴിപ്പിച്ചു വിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. കഴിക്കുന്നതായി. എന്നാലും അത്യാവശ്യം പറഞ്ഞ കാലത്ത് കൂടി. അപ്പോ ഞാൻ ഈ ആഴ്ച 2-3 ദിവസം ചെന്ന് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഞാൻ അത് മറുപടി വളരെ We have all troubles that lead us to go. ദൈവത്തെ കൂടുതൽ അറിയാൻ സഹായിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കറിയാം. കാരണം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബന്ധപ്പെടുവാൻ ഗവൺമെന്റിന് ഭയങ്കര പ്രശ്നമാണ്. പലതരത്തിലുള്ള ഒത്തിരി പ്രശ്നമുണ്ട് പണ്ടത്തേക്കാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു പറയാം, ഇഷ്ടംപോലെ പ്രയാസങ്ങളുണ്ട്. ദൈവത്തെ അടുത്തറിയാൻ സഹായിക്കുന്ന എല്ലാ പ്രയാസവും. ആ പ്രയാസങ്ങളില്ല, നിരാശപ്പെടുന്നില്ല. വേറെ പല കാര്യങ്ങൾ പറഞ്ഞു, ഇതുപോലുള്ള ചില വാചകങ്ങൾ പറഞ്ഞു. ഞാൻ ഓർത്തു, ഒറ്റ വാചകമാണ് ആ ഭക്തിയിൽ നിന്ന് കേട്ടതേയുള്ളൂ. എനിക്ക് വളരെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ എങ്ങനെയാണ്? എന്റെ ഭയങ്കര കഷ്ടപ്പാടായി പോയി നഷ്ടപ്പെടുവാൻ എന്നല്ല പറഞ്ഞത്. ദൈവത്തെ അടുത്തറിയാൻ സഹായിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അറിവാണ്. ആ അറിവ് അതാണ് സ്പിരിച്വൽ ടഫ്നെസ് പറയുന്നത്. ആത്മീയമായ ബലം അത് ഉണ്ട്. അപ്പോ വിശ്വാസത്തിന്റെ പരിശോധന കൊണ്ട് സ്ഥിരതയുള്ളതാകുന്നു. സ്ഥിരതയുള്ളതാകുന്നു പറഞ്ഞു. അത് അറിഞ്ഞിട്ട് വേണം സന്തോഷിക്കാൻ. സന്തോഷം എന്താണെന്ന് ഇനി വേറൊരു വാക്കുകളുണ്ട്. അശേഷം സന്തോഷം എന്ന് എണ്ണുകയും. അതൊരു നല്ല വാക്ക്. എന്താ ഈ എണ്ണുക എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണുക എന്നുള്ള വാക്കാണ്. എണ്ണണം കൽപ്പനാധിപത്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ എന്നോ കൗണ്ട് എന്നോ റെക്കൺ എന്നോ ഒക്കെ ഇംഗ്ലീഷിൽ പറയും. എങ്ങനെയാണ് എണ്ണുന്നത്? അത് കണക്കിൽ ഒരു വാക്കാണ്. എല്ലാവർക്കും അറിയാതെ കാശ് എണ്ണുക കണക്കിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോ ആ വാക്കിന്റെ നിർവചനം പറയുന്നത് leading our mind through a reasoning process to arrive at a conclusion. Leading our mind through a reasoning process. കാര്യകാരണ സഹിതം ചിന്തിച്ച് ഒരു നിഗമനത്തിൽ എത്തുവാൻ ഇടയാകുന്നതിനെയാണ് എണ്ണുക. അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കണക്കിൽ കാശ് എണ്ണുക എന്നുള്ളത് ഓട്ടോമാറ്റിക് അല്ല.
മനഃപൂർവ്വം എത്രയും നോട്ടാണ്, ഇതെന്താണ്, അതുകൊണ്ട് ഇത് കൂട്ടിയാൽ എത്രയാകും, ഇത് ചിന്തിച്ച ആണ് എഴുതുന്നത്. അതാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോ നമ്മുടെ മനസ്സിൽ നാം കാര്യകാരണ സഹിതം കാര്യങ്ങൾ ചിന്തിച്ച് ഒരു നിഗമനത്തിൽ എത്തുന്നതിനെയാണ് എണ്ണുക എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺഷ്യസ് ജഡ്ജ്മെന്റ് resting on deliberate weighing of the facts. വസ്തുതകളെ ശരിയായി തൂക്കി നോക്കി ഒരു നിഗമനത്തിൽ മനഃപൂർവ്വമായിട്ട് എത്തുക, അതാണ് എണ്ണുക. ഇവിടെയൊക്കെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എണ്ണണമെന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷത്തോടുമല്ല, വസ്തുതകളെ വിലയിരുത്തി മുമ്പേ പറഞ്ഞവരെ ഈ കഷ്ടതകൾ ആരാണ് അനുഭവിച്ചിരിക്കുന്നത്, എന്തിനാണ് അനുഭവിച്ചിരിക്കുന്നത്, ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, ദൈവം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കാര്യങ്ങളെ വിലയിരുത്തി ഒരു നിഗമനത്തിൽ എത്തുകയാണ്. It is a deliberate conscious judgment. ബോധപൂർവമായ ഒരു വിധി, ബോധപൂർവമായ ഒരു കൺക്ലൂഷനിൽ ഞാൻ വരികയാണ്. ചിന്തിച്ച് കണക്ക് കൂട്ടി ഞാൻ തീരുമാനിക്കുക, അതാണ് എണ്ണുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. എത്രയോ പ്രയാസം വരുമ്പോൾ സന്തോഷം ഓട്ടോമാറ്റിക്കായിട്ട് വരികയില്ല. ഞാൻ അങ്ങനെ എണ്ണുകയാണ്. ഞാൻ ആ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് വിലയിരുത്തി ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ സന്തോഷിക്കും. എന്റെ ഹൃദയം ഡിസ്റ്റർബ് ആകുവാൻ ഞാൻ അനുവദിക്കുകയില്ല. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾ, വളരെ പ്രത്യേകമായ ലോകത്തിൽ വളരെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള അസുഖം ബാധിച്ച 2 കുഞ്ഞുങ്ങളുള്ള ഒരു ഭവനുണ്ടായിരുന്നു. തിരുവല്ലായിരുന്ന മകൻ ഡോക്ടർ ജോർജ് സാന്റോസിന്റെ മക്കളാണ്. നിങ്ങളുടെ സർക്കാർ അറിയാം, അദ്ദേഹം അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങൾ അവർക്ക് ശ്വാസോച്ഛ്വാസത്തിന് മെഷീൻ വേണം. ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ സന്ധിക്കും. ഞാൻ ഇടയ്ക്ക് കാണാൻ പോയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് പിള്ളേരെ മെയിൻറ്റെയിൻ. 2 പേർക്കും ഈ അസുഖം. ലോകത്തിൽ വളരെ കുറച്ച് പേർക്ക് ഈ അസുഖമുള്ളൂ. അതിൽ 2 പേരെ ആകിയിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ലോകത്തിൽ ഇത്രയും കുറച്ച് പേർക്ക് മാത്രമുള്ള അസുഖത്തിൽ 2 പേരെ എന്റെ വീട്ടിൽ തന്നപ്പോൾ ഞാൻ എന്ത് സ്പെഷ്യലാ ദൈവത്തിന് എന്ന് ഭക്തനായ മനുഷ്യൻ ഡോക്ടർ ജോസാഫിൻ പറയാറുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ രാവും പകലും ഉറക്കളിച്ചിരിക്കുന്നു. ഓർമ്മ പറ്റിയത്, കാരണം എപ്പോഴാണ് ഛർദ്ദിക്കുന്നതെന്ന് അറിയാൻ പാടില്ല, എപ്പോഴാണ് ശ്വാസം നിന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ശ്വാസം നിന്നു പോകുമ്പോൾ മെഷീൻ വെക്കണം. അങ്ങനെ അനേക വർഷങ്ങളായ ആ സ്ത്രീ അങ്ങനെ ജീവിക്കുക. ശ്രീയാച്ചൻ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യന്റെ മകളാണ്. അപ്പോ തന്റെ ഒരു ദിവസം തന്റെ ബർത്ത്ഡേ, തന്റെ ജന്മദിനം, തനിക്ക് ആ ജന്മദിനത്തിൽ എന്താ സന്തോഷിക്കാറുള്ളത്? ഉറങ്ങിയിട്ട് അനേക വർഷങ്ങളായിട്ടാണ്. അതുപോലെ കണ്ണിൽ എണ്ണി ഒഴിച്ച് പിള്ളേരെ നോക്കിയിരിക്കുക. അപ്പൊ അന്ന് ആ സഹോദരി ഒരു വാചകമാണ്. ആ സഹോദരി പറഞ്ഞു, "This is the day the Lord has made. I choose to rejoice in Him." ഇത് യഹോവയുണ്ടാക്കിയ ദൈവം ദിവസം അവനിൽ സന്തോഷിക്കുക എന്നുള്ളത് ഞാൻ തിരഞ്ഞെടുക്കുന്നു. സന്തോഷിക്കുന്നത് ഓട്ടോമാറ്റിക്കായി വരുന്നതല്ല. ഐ ചൂസ് ടു റിജോയ്സ്. സന്തോഷിക്കാൻ ഞാൻ സന്തോഷമായിട്ട് ഇതിനെ ഞാൻ എണ്ണുകയാണ്. ആത്മീയമായ സത്യങ്ങൾ നാം മനസ്സിലാകുമ്പോ സന്തോഷത്തെ നാം സന്തോഷമായിട്ട് എണ്ണണം. മനഃപൂർവ്വമായി കാര്യങ്ങൾ വകയിരുത്തി നാം സന്തോഷിക്കാൻ തീരുമാനിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മളോട് വായിക്കുന്നത്, നമ്മൾ പറഞ്ഞത് റിയാലിറ്റി ഓഫ് പ്രയർസ്, യാഥാർത്ഥ്യം, പരിശോധനകളുടെ യാഥാർത്ഥ്യം. 2, റീസൺ ഫോർ പ്രയർ, പരിശോധനകൾക്കുള്ള കാരണം, വിശ്വാസത്തിന്റെ ശോധനയാണ്. 3, റെസ്പോൺസ് ടു പ്രയർസ്, പരിശോധനകൾക്കുള്ള പ്രതികരണം. 4, the result of prayers. ഈ പരിശോധനകളുടെ ഫലം എന്താ? അതിലൊന്നിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സ്ഥിരത ഉളവാക്കും. അത് ഞാൻ നിഷ്കരിച്ചോ കൂടുതൽ പറയേണ്ട, നമ്മെ ആത്മീയമായിട്ട് ബലപ്പെടും. സ്ഥിരത ഉളവാക്കും. ഒരു കാര്യം കൂടെ താഴെ പറഞ്ഞു, 4-ാം വാക്യത്തിൽ, നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകും. സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി. അപ്പോൾ സ്ഥിരതയോട് ചേർന്ന് പോകുന്ന 2 കാര്യമുണ്ട്. പരിശോധനകളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതിന് ഫലം, നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും
സമ്പൂർണ്ണരുമാകും. തികഞ്ഞവരും സമ്പൂർണ്ണരുമാകും. ആ രണ്ട് വാക്കുകൾ നോക്കുക. തികഞ്ഞ, അല്ലെ, മെച്യൂർ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആണെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രിങ് ടു മെച്യൂരിറ്റി, പക്വതയിലേക്ക് കൊണ്ടുവരിക. അതാ തികഞ്ഞവരാണ്. ഈ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ that will make you perfect, that will make you mature, it will bring you to maturity. പക്വതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. രണ്ടാമതൊരു വാക്കുണ്ട് സമ്പൂർണ്ണരും, കംപ്ലീറ്റ്. സമ്പൂർണ്ണൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം വിത്ത് എവറി പാർട്ട് ഇൻ ദാറ്റ്, അതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ചേർന്നിരിക്കുക. അതാണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്, സമ്പൂർണ്ണം. അപ്പോ എല്ലാ വശങ്ങളും ഒരുപോലെ നന്നായി ചേർന്ന് ആത്മീയ പക്വത നിങ്ങൾക്ക് ഉണ്ടാകും. അതാണ് രണ്ട് വാക്കുകളുടെ അർത്ഥം. തികഞ്ഞവരായിരിക്കും, പിന്നെ സമ്പൂർണ്ണത കൈവരിക്കും. വിശ്വാസത്തിന്റെ ശോധനയുടെ ഫലം, റിസൾട്ട് അതാണ്. ഒരു കാര്യം കൂടെ ആ ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കഷ്ടതയിൽ ശോധനയിൽ കൂടെ കടന്നു പോകാനുള്ള നമുക്ക് ലഭിക്കുന്ന ശക്തി എന്താണ്? അതാണ് അഞ്ചാമത് പറയുന്നത്. നിങ്ങളുടെ ഓരോരുത്തർ ജ്ഞാനം കുറവാകുമെങ്കിൽ, ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ഈ കോൺടെക്സ്റ്റ് പരിശോധനകളെ നേരിടുവാനുള്ള കഴിവിനാണ് ജ്ഞാനം പറയുന്നത്. അതായത് വേറെ ലോകക്കാരുടെ ജ്ഞാനത്തിന്റെ കാര്യമല്ല. പരിശോധനകളിൽ ശരിയായി പ്രതികരിക്കാനുള്ള ജ്ഞാനം, കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുവാനുള്ള ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് പ്രായോഗിക അറിവാണ്. അറിവ് പ്രവൃത്തികളിൽ ഇടുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്ലൈങ് അവർ നോളജ് ഇൻ അവർ പ്രാക്ടിക്കൽ ലൈഫ്, അതിനാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം കുറവാകുമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ പ്രാർത്ഥിക്കണം. മത്സ്യക്കാരെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കണം. ദൈവത്തോട് യാചിക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തിൽ ആശ്രയിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈഷമ്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഒന്നാമത് നമ്മൾ കുറവ് മനസ്സിലാക്കണം. ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, കുറവ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ശക്തിയിൽ ഈ കഷ്ടങ്ങൾ കൂടെ സന്തോഷമായിട്ടിരിക്കാൻ എനിക്ക് ഒക്കെയില്ല, ഞാൻ മനുഷ്യനാണ്, ഞാൻ ബലഹീനനാണ്, എനിക്ക് കുറവുണ്ട് എന്ന് മനസ്സിലാക്കും. ജീവിതത്തിൽ പരിശോധനകൾ താഴ്ന്നുള്ളവരാക്കും. നമ്മുടെ കുറവ്, നമ്മുടെ കഴിവുകേട് നമുക്ക് മനസ്സിലാകും. അപ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. സെൽഫ് സഫിഷ്യൻസി, self-sufficient people, they don't pray. സ്വയം പര്യാപ്തതയുള്ള ആളുകൾ പ്രാർത്ഥിക്കുക. എനിക്ക് എന്തെങ്കിലും ഒപ്പം വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോ കുറവ് മനസ്സിലാക്കി നൽകണം, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തോട് ഇതിനെ നേരിടുവാനുള്ള കഴിവിന് വേണ്ടി, അതിനുള്ള ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഈ പരിശോധനകളിൽ നിലനിൽക്കാനുള്ള ശക്തി, പരിശോധനകളിൽ നേരിടുവാനുള്ള കഴിവ് ലഭിക്കുന്നത്. അങ്ങനെ അപ്പൊ നമ്മൾ 5 കാര്യം പറഞ്ഞു. ഒന്ന്, റിയാലിറ്റി ഓഫ് ക്രൈസ്റ്റ്, പരിശോധന ഒരു യാഥാർത്ഥ്യമാണ്, നമുക്കതുണ്ട്. 2, റീസൺ ഫോർ ക്രൈസ്റ്റ്, വിശ്വാസ പരിശോധനകളുടെ കാരണം, നമ്മുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. 3, റെസ്പോൺസ് ടു ക്രൈസ്റ്റ്, പരിശോധനകളോട് എങ്ങനെ പ്രതികരിക്കണം, സന്തോഷമെന്ന് എണ്ണി വേണം പരിശോധനകളെ നേരിടുവാൻ. 4, the result of suffering, result of pride, പരിശോധനകളുടെ ഫലം എന്താ? ഫലം സ്ഥിരതയുള്ളവാക്കും. നമ്മളെ മെച്യൂർ ആൻഡ് കംപ്ലീറ്റ് ആക്കും. നമുക്ക് ആത്മീക ബലം തരും, നമ്മെ പക്വതയുള്ളവരാക്കും, നമ്മെ പൂർണ്ണതയുള്ളവരാക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഒരുപോലെ നന്നാകത്തക്കവണ്ണം ദൈവയുടെയാകും. 5, the resource for this pride, ഈ പരിശോധനയ്ക്കുള്ളതായ ശക്തി, പരിശോധന നേരിടുവാനുള്ള കഴിവ്, അതെങ്ങനെ ഉണ്ടാകും? അത് പ്രാർത്ഥിക്കണം. എനിക്ക് കുറവുണ്ട്, എന്നെ കൊണ്ട് ഒക്കെയില്ല, നീ സഹായിക്കണമെന്ന് ദൈവത്തോട് ജ്ഞാനത്തിനായിട്ട് അപേക്ഷിക്കണം. അപ്പോൾ നിനക്ക് അതിനുള്ള ജ്ഞാനം, വിവേകം ദൈവം തരുമെന്നാണ് അടുത്ത വാക്യമായി. ദൈവത്തിന് ജ്ഞാനം തരാൻ കഴിയുന്നത് മാത്രമല്ല, അവന് തരാൻ മനസ്സുണ്ട്.
അതുകൊണ്ട് നമ്മുടെ പരിശോധനകളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തെ സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസം ശരിയായതാണ് എന്ന് തെളിയിക്കാനുള്ള യാക്കോബിന്റെ ഒരു മാർഗം വിശ്വാസത്തിന്റെ പരിശോധനയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. വരുന്ന ആവശ്യങ്ങൾ ഈ സത്യങ്ങൾ നമ്മുടെ ആ ജീവിതത്തിൽ സഹായമായി തീരട്ടെ. കർത്താവിനെ